ഞാൻ തിയേറ്ററിൽ ഞാൻ എല്ലാ ഷോയ്ക്ക് പോലും ഭയങ്കര നല്ല രസമുള്ള അതൊരു ഇഷ്ടമായിരുന്നു. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കാണ് ഈ സിനിമയുടെ അകത്ത് ഈ പ്രേംനസീർ റെഫറൻസ് ഭയങ്കര രസമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് തുടക്കത്തിലും അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊക്കെ. അത് നിങ്ങൾ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ തൊട്ടേ പ്രേംനസീറിനെ പോലെ ആയിരിക്കണം അൾട്ടിമേറ്റ് ഒരു സൂപ്പർ സ്റ്റാർ, അങ്ങനെ തന്നെയായിരുന്നു നടികളുടെ ഒരു ഇനീഷ്യൽ തോട്ട്? അങ്ങനെയല്ല, പുള്ളി അതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന്റെ അത് പോസിറ്റീവ് മെസ്സേജ് ആണ് കൊടുക്കുന്നത്. അത് അങ്ങനെയാണ് വേണ്ടതെന്ന് ജനറലി പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ഈ ക്യാരക്ടറിന് അതായിരുന്നു ആവശ്യപ്പെട്ടു, ഡിസിപ്ലിനിലായ്മ എന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. ഓരോ സിനിമയിൽ ആക്ടേഴ്സ് മാത്രമേ ഉള്ളൂ, സൂപ്പർ സ്റ്റാർസ് ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ആക്ടേഴ്സ് ആണ് ഉണ്ടാവേണ്ടത് വിശ്വസിക്കുന്നത്. സൂപ്പർ സ്റ്റാറും ആ ഒരു രീതിയിൽ നമ്മുടെ ഏറ്റവും വലിയ സ്റ്റാറുകൾ ആക്ടേഴ്സും കൂടെയാണ്. അതുകൊണ്ട് നമുക്ക് സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുകയാണെങ്കിൽ എപ്പോഴും ആക്ടറുകൾ തന്നെയാണ് മുമ്പിൽ നിൽക്കേണ്ടത് ഞാൻ വിശ്വസിക്കുന്നു. ആ സിനിമയിൽ എടുത്തു കാണിക്കുന്നുണ്ട്, അതായത് ഒരു സൂപ്പർ സ്റ്റാർ ആകുമ്പോൾ സൂപ്പർ സ്റ്റാർ ആയ പിന്നെ അത് കീപ്പ് ചെയ്യണം, അത് പിന്നെ താഴോട്ട് പോകാനായിട്ട് കീപ്പ് ചെയ്യുന്നത്. നമ്മുടെ ഈ സിനിമയിലെ ക്യാരക്ടർ അയാളുടെ ആക്ഷൻസ് സൂപ്പർ സ്റ്റാർ ആണ്. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് സൂപ്പർ സ്റ്റാറിന്റെ തന്നെയാണ്. അത് ഈ ക്യാരക്ടറിന്റെ ഒരു തുടക്കം മുതലുള്ള ജേർണി കാണുമ്പോഴും അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അയാൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അയാളുടെ ഫോക്കസ് തിരിച്ച് അയാൾ എന്താണോ അയാൾ ചെയ്യേണ്ടത്, അയാൾ ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് നടനാണ് അയാൾ ചെയ്യേണ്ടത്, അതിലേക്ക് ഫോക്കസ് തിരിച്ചു കൊണ്ടുവരിക, ഡിസിപ്ലിൻ ആവുക. പെട്ടെന്ന് വരുന്നത് അയാളുടെ സ്റ്റാളും വന്നിട്ടുള്ള ഒരുപാട് ഈ പറയുന്ന സൗകര്യങ്ങളും അയാളുടെ ഒരു എഫേർട്ടിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മാറി ആ എഫേർട്ടിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യണം. അയാളുടെ ജോലി ചെയ്യുന്നതാണ്, അയാൾ ഇത് ആഗ്രഹിച്ചാണ് സിനിമയിൽ വന്നത്, അതിൽ ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക, നല്ലൊരു നടനാവുക എന്നുള്ളത് തന്നെയാണ് ആ ക്യാരക്ടറെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ആവശ്യമായിട്ടുള്ളത്. ഇപ്പോ നമ്മൾ ഈ സിനിമയിലേക്ക് ഇന്നാവുന്നത് നമ്മൾ താങ്ക്സ് കാർഡ് ഉണ്ടാവണം. ഈ താങ്ക്സ് കാർഡിൽ പല കാലഘട്ടത്തിലെ ടൈറ്റിൽ കാർഡുകളുടെ തീം ഉപയോഗിച്ചേക്കണം. അത് ശരിക്കും ഇന്നാക്കുന്നതിൽ ഭയങ്കരമായിട്ട് പ്രേക്ഷകരുടെ പ്രശ്നസ് ഉണ്ടാക്കുന്നുണ്ട്. അത് ആർക്കായിട്ട് ചെയ്യുന്നു അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുക? സിനിമയുടെ സങ്കേതങ്ങളെ നാടകവും തുടങ്ങിയ സങ്കേതങ്ങളെ കൂടുതൽ ഉപയോഗിക്കുക സമയത്ത് അങ്ങനെ ഉള്ള രീതിയിൽ കഥ പറയുന്നതായിരിക്കും നല്ലതാണ് തോന്നുന്നത്. അല്ലെ ആ ടൈറ്റിൽ കാർഡൊക്കെ ഡെഫിനറ്റ്ലി അത് ചെയ്തേ. എല്ലാ സിനിമയിലും ലാംബിനേറ്റ് ബന്ധപ്പെട്ട എല്ലാ സിനിമയിലും സുരേഷേട്ടനുണ്ട്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള സജീവമാണെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജീവിതം. ഐ ആം ടോണി ഒഴിച്ച് ബാക്കി എല്ലാ സിനിമകളിലും അഭിനയിക്കാനൊരു അവസരം കിട്ടിയിട്ടുള്ളതാണ്. ഞാൻ ഏറ്റവും വലിയ വിശ്വസിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഈ സിനിമയുടെ കഥയുടെ തുടക്കം. ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് മുതൽ ഓൾമോസ്റ്റ് ഞാൻ കേട്ടിട്ടുള്ളതാണ്. അന്നും ഈ സിനിമയിൽ ഞാൻ ചിലപ്പോൾ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നുള്ളതായിരുന്നു എൻ്റെ വ്യക്തിയായിട്ട്. പിന്നീടാണ് ഞാൻ ഈ ഒരു ക്യാരക്ടറിലേക്ക് ഞാൻ മാറ്റപ്പെടുകയും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. സോ അൾട്ടിമേറ്റ്ലി അത് ജീൻ്റെ സിനിമയാണ്. എനിക്ക് ഏറ്റവും അധികം എന്താ പറയുക ഫ്രീഡം തരുന്ന ഒരാളാണ്. എനിക്കിതിനു മുമ്പ് പറയാൻ ചിലപ്പോൾ സച്ചി എന്ന എൻ്റെ സുഹൃത്തിനെ ചിലപ്പോൾ ഞാൻ ജീവനെ പറഞ്ഞത് ഞാൻ അത്രത്തോളം അധികം വിശ്വസിക്കുന്ന ഇഷ്ടപ്പെടുന്ന എൻ്റെ സഹോദരൻ തുല്യനായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് എന്നെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കാൻ കഴിയും, അല്ലെങ്കിൽ എന്താ പറയുക ഞാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ വിശ്വസിക്കുന്ന അവർക്ക് അറിയാവുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മോർണിംഗ് ഷോ കഴിഞ്ഞ ശേഷം ഒരുപാട് നല്ല പ്രതികരണങ്ങൾ കിട്ടുന്നുണ്ട്. ഏറ്റവും വലിയൊരു ബാനർ മൈത്രി മൂവി മേക്കേഴ്സ്, അത് വലിയൊരു പുഷ്പ പോലത്തെ വലിയൊരു ബാനറിൻ്റെ കൂടെ അതുപോലെ തന്നെ ഞാൻ കൂടെ ആദ്യമായിട്ട് ഒരു സിനിമയിൽ കഴിയുന്നു. ഒരു വലിയ സപ്പോർട്ട് അതിൻ്റെ പുറത്തുണ്ട്. സംവിധായകന് മാത്രമല്ല, എനിക്ക് സപ്പോർട്ട് തന്ന ആൾക്കാരുടെ ഇതൊക്കെ തന്നെ സൗകര്യം എല്ലാവരും തന്നെ. പടം ആരംഭിക്കുമ്പോൾ തൊട്ട് തന്നെ ഈ ആക്ടേഴ്സ് തമ്മിൽ വലിയൊരു ബോണ്ടുണ്ടായിരുന്നു. അതൊരു വൈബ് ഒരുമിച്ചുണ്ടായിരുന്നു. ഒരു തരത്തിലുള്ളൊരു ഈഗോയോ അല്ലെങ്കിൽ ഒരു കോംപ്ലക്സോ
ഒന്നും ഞാൻ കൂടുതൽ ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഒരു സീനിൽ ഇംപ്രൂവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരുന്നു ഞങ്ങളുടെ നായകനും എല്ലാവരും. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സായ മറ്റ് നാരായണാച്ചണി, പോലെ എല്ലാവരും തന്നെ അതിൻ്റെതായിട്ടുള്ള സപ്പോർട്ട് നമുക്കുണ്ടായിരുന്നു. അത് പറഞ്ഞായിരിക്കാം ഈ സിനിമയുടെ ഒരു വിജയം എന്ന് വിശ്വസിക്കുന്നു. ചേട്ടൻ ചെയ്ത ക്യാരക്ടറിന്റെ പ്രത്യേകത ഈ ഡിപ്ലോമസി ഉണ്ടല്ലോ, നയതന്ത്രം ആൾക്ക് ഭയങ്കര ഒരു ഏരിയ ഉണ്ടാവുന്നത് സ്പെഷ്യലൈസ്. അതിന് റിയൽ ലൈഫായിട്ട് ആരെങ്കിലും ഇപ്പൊ ഇടപെടലോ ചേട്ടൻ പോലെ അങ്ങനെ ആരെങ്കിലും റെഫറൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്? ഇല്ല, തീർച്ചയായിട്ടും എല്ലാ ആക്ടേഴ്സിന്റെയും എല്ലാ വലിയ നടന്മാരുടെയും പുറകെയും ഇങ്ങനത്തെ ഓരോ ആൾക്കാരുണ്ട് നമ്മൾ തന്നെയാണ് നമ്മുടെ അനുഭവം കൊണ്ട് നമുക്കുള്ളത്. അത് അത്തരം കാര്യങ്ങളാണ് സിനിമയ്ക്ക് പുറത്ത് കാണിച്ചിട്ടുള്ളത്. അതൊരു പക്ഷെ മറ്റൊരു സിനിമയ്ക്കകത്ത് സിനിമ ചെയ്ത സിനിമകളൊന്നും അങ്ങനെ അധികം കാണിച്ചിട്ടില്ല. സോ ഇപ്പോഴും അത്തരം ആൾക്കാരൊക്കെ ഉണ്ട് അവരുടെ പുറകെ. കാരണം അവർ നമ്മൾ കാണുന്ന പോലെ ഈ ഒരു ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ മറ്റെന്തിൽ കാണുന്ന പോലെ അല്ല. അവരുടെ പിന്നിൽ രാത്രിയും പകരമായിട്ട് അവരുടെ ചിന്ത മുഴുവൻ അടുത്ത സിനിമ എങ്ങനെ ഹിറ്റാക്കുക, അടുത്ത ഹിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രം ചിന്തിക്കുന്ന ആൾക്കാരാണ്. സിനിമയുടെ അകത്തൊരു രംഗമുണ്ട്, എന്താണ് ഇഷ്ടപ്പെട്ട വാഹനം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒരുപാട് ലക്ഷറി വാഹനങ്ങളുണ്ട്, എന്നാലും ഓട്ടോറിക്ഷയാണ് എന്റെ വാഹനം എന്നുള്ളത്. ഇത് ഭാവിയിൽ എപ്പോഴെങ്കിലും സെൽഫ് റോൾ ആവില്ല? ഇപ്പൊ ടോബിയുടെ അടുത്ത് എന്താണ് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് ചോദിക്കുമ്പോൾ കഞ്ഞിപ്പയറാണെന്ന് പറഞ്ഞാൽ കഞ്ഞിപ്പയർ ഇഷ്ടമല്ല, അതും കഴിക്കാറുണ്ട്. എനിക്ക് പൊതുവെ ഭക്ഷണം ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചാൽ സത്യസന്ധമായിട്ടുള്ള ഉത്തരവാണ് കിട്ടുള്ളൂ. ഡേവിഡ് പടിക്കല് നമ്മളത് നമ്മൾ മനഃപൂർവ്വം അങ്ങനെ സമയം എടുക്കുകയും അത് കഴിയുമ്പോൾ അതല്ലാതെ മനസ്സിലാവില്ല അപ്പത്തിന് ചോദിക്കുകയും ചെയ്യുന്നത് ഞങ്ങൾക്കത് മനസ്സിലാവുന്നതല്ല. ഡേവിഡ് പടിക്കൽ എത്രത്തോളം ടോവിനോയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? ഡേവിഡ് പടിക്കൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിരുന്നില്ല. കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഈ ക്യാരക്ടറിനെ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ക്യാരക്ടർ ചെയ്തു തുടങ്ങിയത്. ഡേവിഡ് പടിക്കലിനെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അയാള് ഒരു മോശം നടനോ മോശം വ്യക്തിയോ അല്ല. കൈതിരിപ്പില് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് വേണ്ട രീതിയിൽ പറഞ്ഞുകൊടുക്കാനായിട്ട് ആൾക്കാർ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവിടെ നിന്ന് അയാള് ആക്ടിങ് ആണ് അയാളുടെ ഏറ്റവും വലിയ കോളിംഗ്. അതിന് വേണ്ടിയിട്ടാണ് അയാൾ കൂടുതൽ എഫേർട്ട് എടുക്കുന്നത്. അയാൾ മനസ്സിലാക്കുമ്പോഴാണ് അയാളുടെ ലൈഫിൽ ഒരു മാറ്റം സംഭവിക്കുന്നത്. എനിക്ക് ആ കോളിംഗ് നേരത്തെ കിട്ടിയിട്ടുണ്ട്. അതിന്റെ എന്റെ ശ്രദ്ധ കൊണ്ട് അതിന് തന്നെയാണ് എന്റെ അത് എന്നെ തന്നെ ആദ്യമായിട്ട് തന്നെയാണ്. ഇതിനു മുമ്പ് ഞാൻ സംസാരിക്കുന്നു, നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. അന്നൊക്കെ പറഞ്ഞ തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഞാൻ എന്ന ആക്ടറിനെ എനിക്ക് ഇനി പോളിഷ് ചെയ്ത് എന്നുള്ളതല്ലാതെ ഞാൻ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിച്ച് ഈ സ്റ്റാർഡൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ആളല്ല. എനിക്ക് അതിനെ പറ്റിയിട്ട് അത്ര വലിയ ടെൻഷൻ ഇല്ല. ആ ഒരു ഏരിയ ഞാൻ ചിന്തിക്കുന്ന ആളല്ല. പക്ഷെ ആസ് എൻ ആക്ടർ ഞാൻ എന്തൊക്കെ ഇംപ്രൂവ്മെന്റ് ചെയ്യാം എന്നുള്ളത് ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ അത് ഡേവിഡ് പടിക്കലിന് എന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടാവും. എനിക്ക് ഡേവിഡ് പടിക്കലിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടില്ല. ആർക്കുണ്ടായ ഒരുപാട് എനിക്ക് കുറച്ച് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് എന്റെ ചുറ്റുപാടും പറഞ്ഞ നേരത്തെ ഈ പറഞ്ഞ പോലെ ഫോക്കസ് മാറി പോവാതെ നമ്മളെ ചിന്തകളും ശ്രദ്ധകളൊക്കെ എന്തിലേക്കാണോ വേണ്ടത് അതിലേക്ക് തന്നെ ചാനൽ ചെയ്യാൻ എന്റെ ചുറ്റുമുള്ള ആൾക്കാർ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലാലേട്ടന്റെ പടങ്ങൾ ഹണിബി പോലത്തെ എല്ലാ പടങ്ങളും എടുത്ത് നോക്കിയാലും ഇപ്പോഴും വൈബ്രന്റ് ആണ്, കളർഫുൾ ആയിരിക്കും. ഈ സിനിമയും അതുപോലെ തന്നെ അതിന്റെ കോസ്റ്റ്യൂംസ് എല്ലാം എടുത്തു നിൽക്കുന്നുണ്ട്. ശരിക്കും ഇങ്ങനൊരു കഥ കേട്ടപ്പോൾ സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറയുന്ന ഒരുപാട് കഥ ഉദയനാണ് താരം അതുപോലെ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത് കുറച്ചുകൂടെ ഡിഫറെന്റ് ആണ്. ഒരു നായകന്റെ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഒരു സിനിമാക്കാരന്റെ പെർസ്പെക്റ്റീവിലൂടെയാണ് കഥ പോകുന്നത്. അത് തന്നെയാണോ ഇത് കമ്മിറ്റ് ചെയ്യാനുള്ള ഒരു? തീർച്ചയായിട്ടും ഇതിന്റെ കഥയും ഇതിനകത്തുള്ള ഇമോഷൻസും തന്നെയാണ് ഈ സിനിമ കമ്മിറ്റ് ചെയ്യാനുള്ള കാരണം. എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു അവർ ഈ സിനിമയുടെ എന്താണ് ഉദ്ദേശിക്കുന്നത്. അത് തീർച്ചയായിട്ടും ചെയ്യുന്നത് നല്ല പ്രത്യേകം എടുത്ത് വയ്ക്കുന്നു എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഈ സിനിമയുടെ കഥയും ഈ സിനിമയുടെ ടീം തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ ഈ സിനിമ കമ്മിറ്റ് ചെയ്യാനുള്ള കാരണം. ലാൽജുവിന്റെ സിനിമകളിലെല്ലാം ചില ഭയങ്കര എഴുതാനും അപ്പോൾ അതിൻ്റെ ഒരു ടെൻസ് ലാലിന്റെ സിനിമകളെല്ലാം ഭയങ്കര എങ്ങായിട്ട് അല്ലെങ്കിൽ എങ്ങായിട്ടുള്ള ക്യാരക്ടേഴ്സിന്റെ ഒരു എനർജി ബൂസ്റ്റ് ചെയ്യുന്ന ഒരാളായിട്ടുണ്ട്. ആ ഒരു ടെൻസ് എന്താണ് ഇത്ര എങ്ങായിട്ട് വരുന്നത്? ഞാനിപ്പോഴും എങ്ങനെയാണ് മറ്റു കഥാപാത്രങ്ങൾക്ക് വേണ്ടി പ്രായമായിട്ടുള്ള വേഷം മേക്കപ്പെട്ട് അഭിനയിച്ചത്. ശരിക്കും ഇതാണ് ശരിക്കും എങ്ങനെയാണ് നമുക്ക് തരുന്ന ഓരോ കഥാപാത്രങ്ങളനുസരിച്ചിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ചില സിനിമകൾ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡെഡിക്കേഷൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇപ്പൊ ഈ സിനിമ കമ്മിറ്റ് ചെയ്ത് അങ്ങോട്ട് ഈ സാധനം മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട് നമുക്ക്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു കളർഫുൾ ആയിട്ട് ഇതുവരെ കാണിക്കാത്ത ഇതിലൊരു കോസ്റ്റ്യൂംസും അപ്പിയറൻസും കാര്യങ്ങളുണ്ട്. ഏതാണ്ട് 6 മാസത്തോളം ആ ഒരു ഗെറ്റപ്പ് പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് സ്വയം വളർത്തി ഉണ്ടാക്കിയിട്ടുള്ള വീഴ്ചകൾ തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് പല കാരണങ്ങൾ കൊണ്ട് കൂടി മുടങ്ങിപ്പോയി മറ്റു പടങ്ങൾ
ഒന്നും ചെയ്യാൻ വയ്യാതെ 6 മാസത്തോളം ഈ പടത്തിന്റെ പുറകെ നിന്നിട്ടുണ്ട്. ഞാൻ മാത്രമല്ല കേട്ടോ, അധികം ഡെഡിക്കേറ്റ് ചെയ്ത ആളാണ് ഇയാൾ, ഒരുപാട് ഫിസിക്കലി എഫേർട്ട് എടുത്തിട്ടുള്ള ആളാണ് അതിനകത്ത്. അപ്പോൾ അതൊക്കെ നമുക്കൊരു കഥ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കഥാപാത്രം കേൾക്കുമ്പോൾ ഇത് നമുക്ക് ഇതിനു വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ അത് ഗുണം ചെയ്യും എന്ന് നമുക്കൊരു തിരിച്ചറിവുണ്ട്. നമുക്ക് ഇത്രയും കാലമായിട്ട് നിൽക്കുന്നു ഡിസ്ട്രിക്റ്റിനകത്ത്. അപ്പോൾ ആ തിരിച്ചറിവുള്ളതുകൊണ്ട് തന്നെ അതിന് കൂടെ 100% നീതി പുലർത്താൻ നോക്കിയിട്ടുണ്ട്. ഇപ്പൊ ഒരുപാട് സുഹൃത്തുക്കളായിട്ടുള്ള കഥാപാത്രം